വലിയ ഒന്നും കേൾക്കണമെന്നില്ല. സത്യം പറയില്ലേണി, ആ മാല യഥാർത്ഥത്തിൽ നിനക്ക് ഇഷ്ടപ്പെട്ടോ? അതോ എന്നെ വിഷമിപ്പിക്കണമെന്ന് കരുതി ഇഷ്ടമായെന്ന് കള്ളം പറഞ്ഞതോ? ഞാൻ എന്തിനാ വല്യുഞ്ഞിനോട് കള്ളം പറയണേ? എനിക്കത് ഇഷ്ടപ്പെട്ടു, സത്യ. ആ ശരി ശരി. ആ മാല അനിയൻകുട്ടനെ കാണിച്ചായിരുന്നു നീ? അവനെന്ത് പറഞ്ഞു? കാണിച്ചു അവനിഷ്ടായെന്ന് പറഞ്ഞു. വല്യുഞ്ഞ ഫോണ് കട്ട് ചെയ്തുല്ലോ. ഇനിയിപ്പോ എന്താ ചെയ്യാൻ പറ്റണേ? ഈശ്വര, എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഇതെന്തു പറ്റി? മുഖം വീർപ്പിച്ചാണല്ലോ ഇരിപ്പ്. ചേച്ചി എന്തു പറ്റി? ഇന്നെന്താ ജോലിക്ക് പോയില്ലേ? ചേച്ചി പോടാ അവിടുന്ന്. എന്തു പറ്റി? കാര്യം പറ ചേച്ചി. എന്താ ഉണ്ടായേ? ഇനി എന്തുണ്ടാവാനാ? എല്ലാത്തിനും കാരണക്കാരൻ നീ ഒറ്റൊരുത്തനാ. ഞാൻ കാരണോ? ഞാൻ കാരണം ഇവിടെ ഇപ്പൊ എന്താ ഉണ്ടായേ? കാര്യം പറ ചേച്ചി. എന്താ ഉണ്ടായെന്നോ നിനക്കറിയണോ? വല്യുഞ്ഞിപ്പോ എന്നോട് മിണ്ടുന്നില്ല. ഞാൻ ഫോൺ വിളിച്ചിട്ട് കട്ട് ചെയ്ത് കളയാ. ഓ അതാണോ? അതിന് ഞാൻ എന്ത് ചെയ്തെന്നാ മനസ്സിലായില്ല. നീ എന്ത് ചെയ്തുന്നോ? നീ കാരണമല്ലേ ആ മാല അച്ഛന്റെ തൊപ്പിയിൽ വീണത്. അല്ലെങ്കിൽ അത് അഖില മേഡത്തിന്റെ കയ്യിൽ കിട്ടില്ലായിരുന്നു. ഞാൻ കാരണോ? ചേച്ചിയുടെ കയ്യിൽ നിന്നല്ലേ മാല തെറിച്ചു വീണത്. നീ അപ്പൊ ആ മാല കാണുമെന്ന് പറഞ്ഞില്ലായിരുന്നെങ്കിൽ അങ്ങനെ ഒന്നും സംഭവിക്കില്ലായിരുന്നു. ഓ ഇതാണ് ഇപ്പൊ വലിയ കാര്യം. ചേച്ചി, ഞങ്ങളുടെ മലയാളം പഠിപ്പിക്കുന്ന ബീന ടീച്ചർ പറയുന്ന പോലെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട്. കുട്ടി നമുക്ക് ശരിയാക്കാം. ചേച്ചിക്കിപ്പോ വലിയ കുഞ്ഞി ചേച്ചിയോട് മിണ്ടുന്നില്ല. അത് മാറണം, അത്രയല്ലേ ഉള്ളൂ. അതെ, അത്രേ ഉള്ളൂ.
നിനക്ക് എന്താ ചെയ്യാൻ പറ്റണേ? പറയാൻ ചേച്ചി, ആ മാല ചേച്ചി അഖില മേഡത്തിന്റെ ഹാൻഡ് ബാഗിൽ ഇട്ടു കൊടുത്തതാണോ എന്നാ വല്യ കുഞ്ഞിന്റെ സംശയം. അത് മാറണമെങ്കിൽ ചേച്ചി എന്നെ പോയി വല്യ കുഞ്ഞിനോട് നടന്ന കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞാലേ പറ്റൂ. അതെങ്ങനെ അഖില മേഡത്തിന്റെ കയ്യിൽ കിട്ടിയതെന്ന് നമുക്കറിയില്ലല്ലോ. പിന്നെ എങ്ങനെയാടാ പറയണേ? എന്റെ ചേച്ചി, നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞാ മതി. ചേച്ചി ഇപ്പൊ തന്നെ ചെല്ല് ചേച്ചി. സത്യം അറിയുമ്പോ വല്യുവിന്റെ പിണക്കൊക്കെ മാറും. ഞാനല്ലേ പറയുന്നേ. ചേച്ചി ചെല്ലെന്നേ. അപ്പോ പോയിട്ട് വരാല്ലേ? അപ്പൊ വെറും വരാന്നല്ല, പോയി വിജയിച്ചു വരാന്ന് പറയൂ. പോയിട്ട് വരൂ. നാം ഇവിടെ കുട്ടിയെ കാത്തിരിപ്പുണ്ടാവും. ചെല്ലൂ. പോയി വിജയിച്ചു വരൂ. ചെല്ലൂ. आनंद, मोने आनंद, ഹലോ അമ്മേ. ഇറങ്ങാൻ പോവാ. അരവിന്ദ് എത്തിയിട്ടില്ല. ഇനിയും കാത്തിരുന്ന ലേറ്റ് ആവും. അതെ, ചില പ്രശ്നങ്ങളുണ്ട്. ഞാൻ വന്നിട്ട് നേരിട്ട് സംസാരിക്കാം. ആദ്യം ഒന്ന് ഇറങ്ങട്ടെ. അരവിന്ദ്, പെട്ടെന്ന് ഫ്രഷ് ആയി ഡ്രസ് ചേഞ്ച് ചെയ്തിട്ട് വാ. നമുക്ക് ഒരുമിച്ച് പോവാം. ഇറ്റ്സ് ഓൾറെഡി ലേറ്റ്. എവിടെ പോവാന്ന്? മൈ ഗോഡ്, അപ്പൊ നീ ഞാൻ പറഞ്ഞത് മറന്നുവല്ലേ? ഇന്നാണ് ആശ ചേച്ചിയുടെ മോളുടെ വെഡിങ് റിസപ്ഷൻ. എന്റെ ഫാമിലിയിൽ എല്ലാരും വരും. കുറെ നാളിന് ശേഷം എല്ലാരും നേരിൽ കാണാൻ പറ്റുന്നത്. നന്ദനെ, ഞാൻ നിന്നോട് അപ്പോഴേ പറഞ്ഞതല്ലേ എനിക്ക് വരാൻ പറ്റില്ലെന്ന്. നിനക്കെന്താ ഒരു വട്ടം പറഞ്ഞ മനസ്സിലാവത്ത്? കമോൺ അരവിന്ദ്, നീ എന്തിനാ ഇങ്ങനെ വെറുതെ വാശി പിടിക്കുന്നത്? ഞാൻ രാവിലെ നിന്നോട് പറഞ്ഞതാ നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് നാട്ടിൽ ആദ്യത്തെ ഫംഗ്ഷന് പോവുകയാണെന്ന്. അവിടെ ബന്ധുക്കളും നാട്ടുകാരും എല്ലാവരും എന്റെ ഭർത്താവിനെ തിരക്കും. അതൊരു നാട്ടു നടപ്പാ. നീ എന്റെ ഒപ്പം ഇല്ലെങ്കിൽ ഞാൻ അവരോട് എന്ത് മറുപടി പറയും? നീ തന്നെ പറ. ഓഹോ, അപ്പൊ ആൾക്കാരെ കാണിക്കാൻ കെട്ടിയൊരുക്കി കൊണ്ടുപോകാൻ പാകത്തിനുള്ള ഒരു ഭർത്താവ് ഉദ്യോഗസ്ഥനാണ് നിനക്ക് ആവശ്യം. സോറി, ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ്. അതിന് എന്നെ കിട്ടില്ല. ഒറ്റയ്ക്ക് പോയാൽ മതി. ഡ്രൈവ് സേഫ്, ഓക്കെ? അരവിന്ദ്, നീ കാണിക്കുന്നത് ശരിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? എത്രയൊക്കെ നിന്നോട് അടുപ്പം കാണിച്ചാലും ഒരിക്കൽ നിനക്ക് എന്നെ വേണ്ടാതാകും എനിക്ക് അറിയാമായിരുന്നു. കാരണം നിനക്ക് എന്നെക്കാളും വലുത് ഇപ്പൊ മറ്റു പലതുമാണെന്ന് എനിക്കറിയാം.
അതൊന്നും ഞാൻ മനസ്സിലാക്കുന്നില്ലെന്ന് വിചാരിക്കരുത്. എന്ന് പറഞ്ഞ നീ എന്തെത്രയ്ക്ക് മനസ്സിലാക്കിയത് പറ കേക്കട്ടെ. വെയിറ്റ്, പറയാം. നീ കുറച്ചു മുന്നേ പറഞ്ഞല്ലോ പ്രദർശിപ്പിക്കാൻ പാകത്തിന് ഞാനൊരു ഭർത്താവ് ഉദ്യോഗസ്ഥനെ കണ്ടെത്തിയാ മതിയായിരുന്നു എന്ന്. അല്ല, ഞാൻ ചോദിക്കാം, നീ ഏത് രീതിയിലാ എന്റെ ഭർത്താവായത്? അല്ലെങ്കിൽ തന്നെ ഒരു താലി കെട്ടിയാ മാത്രം ഒരാൾ ഭർത്താവാകുമെന്ന് ആരാ നിന്നെ പഠിപ്പിച്ചത്? വേണ്ട അരവിന്ദ്, എന്നെ കൊണ്ട് അധികം ഒന്നും പറയിപ്പിക്കരുത്. ഒരു കാര്യം നീ മനസ്സിലാക്കിയാ നല്ലത്. മറ്റുള്ളവർക്ക് മുന്നിൽ പുഞ്ചിരിക്കുന്നെങ്കിലും എന്റെ ഉള്ളിൽ അടക്കി വെച്ചിരിക്കുന്ന സങ്കടങ്ങളുടെ ഒരു 100 കഥകളുണ്ട്. ഞാനും ഒരു പെണ്ണാ. സാധാരണ ഒരു ശരാശരി പെണ്ണിന്റെ ആഗ്രഹങ്ങളും മോഹങ്ങളും എനിക്കും കാണും. മറ്റൊരാളുടെ വാശിക്കും സന്തോഷത്തിനും വേണ്ടി അതെല്ലാം പാടെ ത്യജിച്ചിട്ടാ ഞാനിപ്പോ ജീവിക്കുന്നത്. അതിനിടയിൽ നിന്റെ ഈ സ്വഭാവം കൂടിയാണെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് പറയേണ്ടി വരും എനിക്ക്. അതെ, നിനക്ക് പറ്റില്ല, നിനക്കൊന്നും പറ്റില്ല. എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. കല്യാണത്തോടെ നല്ലവളായി മാറിയെന്നേ നീ എന്റെ മുമ്പിൽ വെറുതെ അഭിനയിക്കായിരുന്നു. എനിക്കറിയാം, നീ ഇപ്പോഴും ആ പഴയ നന്ദന തന്നെയാ. എപ്പോഴും എന്നെ കുറ്റപ്പെടുത്താനും തരം താഴ്ത്താനുള്ള. Stop it. ഞാൻ നിന്നെ എന്ത് തരം താഴ്ത്തിന്നാ നീ പറയുന്നേ? എന്താ ഇവിടെ? ഇതൊന്നും ഇവിടെ പതിവില്ലാത്തതാണല്ലോ. എന്താ രണ്ടാൾക്കും പറ്റിയത്? അച്ഛാ, ഇവള് വെറുതെ ഒന്നല്ല അങ്കിൾ. എന്റെ കസിന്റെ മകളുടെ വെഡിങ് റിസപ്ഷൻ ആയിരുന്നു. അതിന് എന്റെ ഒപ്പം ഒന്ന് വരാൻ പറഞ്ഞതിനാ അരവിന്ദ് ഈ മെസ്സൊക്കെ ഉണ്ടാക്കുന്നേ. എന്റെ കല്യാണം കഴിഞ്ഞിട്ട് കുടുംബത്തിൽ നടക്കുന്ന ആദ്യത്തെ ചടങ്ങായത്. എന്നെ കാണുമ്പോ എല്ലാവരും എന്റെ ഭർത്താവിനെ തിരക്കില്ലേ? അവരോട് ഞാൻ എന്ത് മറുപടി പറയും? അരവിന്ദ്, അത് നന്ദന പറയുന്നത് ശരിയാ. ചെല നീയും കൂടെ ഫംഗ്ഷന് പോകുന്നതാണ് അതിന്റെ ഒരു ഔചിത്യം. ഇല്ല അച്ഛാ, ഇത് ഇവളുടെ വെറും ദുർവാശയാ. അത് നടക്കില്ല. ഞാൻ അതിന് തയ്യാറല്ല. മാത്രമല്ല, എനിക്ക് ഇന്ന് രാത്രി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ബിസിനസ് മീറ്റിംഗും ഉണ്ട്. ഇന്ന് ഇനി എവിടേക്കും പോകാൻ പറ്റില്ല. ഇറ്റ്സ് ഇംപോസിബിൾ. ഓക്കേ, ഫൈൻ. പോസിബിൾ ആയ കാര്യം എന്താന്ന് ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ അല്ല, പോയിട്ട് വന്നിട്ട്. അവളുടെ ഒരു അഹങ്കാരം കണ്ടില്ലേ? അച്ഛൻ മുമ്പിൽ വെക്കുന്ന പോലും നോക്കാതെ എന്നോട് കയർത്തിട്ട് വരട്ടെ, കാണിച്ചു കൊടുക്കാം. ആ ഡോക്ടർ, ഞാൻ ഇറങ്ങി ഒരു അരമണിക്കൂർ. നോ പ്രോബ്ലം. സഞ്ചരിക്കാനൊന്നും കുഴപ്പമില്ല. ആ, ദേ വരുന്നു. ഓക്കെ. അച്ഛാ, അച്ഛനെന്താ പറ്റിയേ? എന്ത് ഡോക്ടറൊക്കെ? ഒന്നുമില്ലടാ. ആ സ്റ്റെയർ ഒന്ന് കയറിയപ്പോ നെഞ്ചൊന്ന് കോച്ചി പിടിച്ചു. ചെറിയൊരു അസ്വസ്ഥത. അയ്യോ, എന്നിട്ട്? പേടിക്കാനായിട്ടൊന്നുമില്ല. ഗ്യാസ് ആണെന്ന് തോന്നുന്നു. ചെറുതായിട്ട് പെറുക്കുകയും കൂടെ ചെയ്തപ്പോ ഒരു ടെൻഷൻ. നമ്മുടെ ഡോക്ടർ കുറുപ്പിനെ ഒന്ന് കാണാന്ന് കരുതി, അത്രേ ഉള്ളൂ. അയ്യോ അച്ഛൻ, അങ്ങനെയാണെങ്കിൽ ഞാനുകൂടി വരാം. അച്ഛൻ തനിച്ചു പോണ്ട. എന്താ മോനെ ഇത്? നീ ഇതിനെ വെറുതെ വലിയ വിഷയമൊന്നും ആക്കണ്ട. ഇതാണ് ഞാൻ അഖിലയോടും കാര്യം പറയാത്തത്. അവളറിഞ്ഞാൽ ഇത് മതി, പിന്നെ കരഞ്ഞു വിളിച്ച് നടക്കാം. ചില കാര്യങ്ങൾ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നതാണെങ്കിൽ അവരറിയാതെ നമ്മൾ തന്നെ ഡീൽ ചെയ്യുന്നതാണ് നല്ലത്. നമുക്ക് മറ്റുള്ളവർക്ക് അളവില്ലാതെ കൊടുക്കാൻ പറ്റുന്നത് സന്തോഷവും കരുതലും മാത്രമേ ഉള്ളൂ. പിന്നെന്തിനാ അതിനും കൂടി നമ്മൾ പിശുക്ക് കാണിക്കുന്നത്? നോക്ക്, നീയും നന്ദനയും ഭാര്യ ഭർത്തക്കന്മാരും, ഒരു തനി കുടുംബം. അവിടെ കയറി ഒരു അഭിപ്രായം പറയുന്നത് ഔചിത്യക്കേടാണെന്ന് എനിക്കറിയാം. എന്നാലും പ്രായക്കൂടുതലിന്റെ ഒരു അവകാശം കൊണ്ട് ചിലത് പറയാനുണ്ട്. കേൾക്കാൻ നിനക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. എന്താ അച്ഛൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അച്ഛൻ എന്റെ അച്ഛനാ. എന്നോട് എന്തു പറയാനും അച്ഛനേക്കാളും അവകാശം ആർക്കില്ല ഈ ലോകത്ത്. അത് പകുതി മുക്കാൽ കറക്റ്റാണ്. ഒരു ഘട്ടം വരെ അച്ഛനും അമ്മയ്ക്ക് അവകാശം ഉണ്ട് താനും. പക്ഷേ മറ്റൊരു ഘട്ടം വരുമ്പോൾ ആ അവകാശത്തിന് മറ്റൊരാൾ കൂടെ അവകാശം ഉണ്ടായിരിക്കും. നിന്റെ സ്വന്തം ഭാര്യ. അത് വേണം നീ ഓർമ്മിക്കാൻ. അച്ഛാ, അത് പറഞ്ഞു തീർന്നില്ല. ഇപ്പൊ
ഇപ്പൊ നീ കൂടെ പോകാനുള്ളത് എന്നോടൊപ്പം ആയിരുന്നില്ല, നിന്റെ ഭാര്യയോടൊപ്പം ആയിരുന്നു. പിടിവാശി കൊണ്ടോ അഹംഭാവം കൊണ്ടോ ആരും ജീവിതത്തിൽ ഒന്നും നേടിയിട്ടില്ല, പ്രത്യേകിച്ച് കുടുംബജീവിതത്തിൽ. അത് പരസ്പരം വിട്ടുവീഴ്ച കൊണ്ട് മാത്രമേ നേടാനാകൂ. അല്ലെങ്കിൽ സംഭവിക്കുന്നത് കോട്ടങ്ങളാണ്, തകർച്ചകൾ മാത്രം. ഒരാൾ താമസിക്കുന്ന വീടിന്റെ പ്രൗഢിയിലും പെരുമയിലുമല്ല, അതിൽ താമസിക്കുന്നവരുടെ മനസ്സും പരസ്പര വിശ്വാസവുമാണ് അത് സ്വർഗമാണോ നരകമാണോ എന്നൊക്കെ തീരുമാനിക്കുന്നത്. പിന്നെ ഭർത്താവിന്റെ വീട് എത്ര സ്വർഗമായിരുന്നാലും ഏതൊരു പെണ്ണിന്റെ മനസ്സിലും അവൾ ജനിച്ചു വളർന്ന വീടും നാടും ഒരു സ്വപ്നമായിരിക്കും. വീണ്ടും വീണ്ടും കാണാൻ ആഗ്രഹിക്കുന്ന സ്വപ്നം. ഭാര്യ ഭർത്താവ് കാണുന്ന സ്വപ്നത്തിനും ഭർത്താവ് ഭാര്യ കാണുന്ന സ്വപ്നത്തിനും അനുകൂലമായി നിൽക്കുമ്പോഴാണ് നല്ല ദാമ്പത്യം ഉണ്ടാവുന്നത്. പ്രതികൂലമായി നിന്നാൽ അതിന് പറയുന്നത് ദാമ്പത്യ ദുരന്തമെന്നാണ്. അഖിലാണ്ടേശ്വരിയും ശിവരാമകൃഷ്ണനും തമ്മിലുള്ളത് നല്ല ദാമ്പത്യമാണ്. അവരുടെ മകൻ അരവിന്ദ് കൃഷ്ണന്റേത് ദാമ്പത്യ ദുരന്തമാകരുത്, അത്രേ എനിക്ക് പറയാനുള്ളൂ. ബെറ്റർ യു ബി കെയർഫുൾ, ഓക്കെ? ഞാൻ കല്യാണിക്ക് കൊടുത്ത മാല അവൾ അറിയാതെ ഒരിക്കലും അമ്മയുടെ ബാഗിൽ വരില്ല. എന്തിനാ അവൾ അങ്ങനെ ചെയ്തത്? അതാ എനിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവാത്തത്. അവൾക്ക് സമ്മതമില്ലായിരുന്നെങ്കിൽ അതെന്നോട് പറയായിരുന്നല്ലോ. അനിയൻകുട്ടൻ പറഞ്ഞതുപോലെ നടന്ന കാര്യങ്ങളൊക്കെ അറിയുമ്പോ വലിയഞ്ഞിന്റെ പിണക്കമൊക്കെ മാറും. ഞാൻ നേരിട്ട് തന്നെ സംഭവിച്ചതൊക്കെ പറഞ്ഞാ മതി. ദേവി സഹായിക്കണേ. ഹലോ ബ്രോ. ആ വാടാ, എന്തൊക്കെയുണ്ട് വിശേഷമായിട്ട്? എന്ത് വിശേഷം? ഓഫീസിൽ പോയപ്പോഴാ സത്യം പറഞ്ഞ എനിക്ക് വിശേഷം ഒന്നുമില്ലാതായത്. എന്നും ഒരേ മുഖങ്ങള്, ഒരേ കെട്ടിടം, ഒരേ മുറി, ഒരേ മേശ, ഒരേ ഫയലുകളും. ബ്രോ സത്യം പറയാലോ, എനിക്കിപ്പോ ബ്രോയുടെ ലൈഫ് കാണുമ്പോഴേ കൊതി തോന്നുക. ആയിക്കോട്ടെ ആയിക്കോട്ടെ, നീ ഇപ്പൊ വന്ന കാര്യം പറ. അത് ബ്രോ ഒരു കമ്പനിക്കാരിയാ. ആ അത് പറഞ്ഞപ്പോഴ് നിന്നോടൊരു കാര്യം പറയാൻ മറന്നു. നീ ആ കൽക്കട്ട സേജിയുടെ മെയിലിന് മറുപടി അയക്കണം. ആ ഞാൻ അന്ന് അമ്മയോടൊരു കള്ളം പറഞ്ഞിട്ട് നിന്നെ രക്ഷപ്പെടുത്തിയത് ഓർമ്മയുണ്ടല്ലോ? ഓർമ്മയുണ്ട്. ഏതായാലും ഒരു കള്ളവും പറയാത്ത ബ്രോ വരെ ഇപ്പൊ കള്ളമൊക്കെ പറഞ്ഞു തുടങ്ങി. അല്ലെങ്കിൽ ഈയിടെയായിട്ട് ബ്രോയ്ക്ക് ഒരു കള്ളകൃഷ്ണന്റെ ലുക്കൊക്കെ വന്നിട്ടുണ്ടോന്നൊരു സംശയം. വെണ്ണകെട്ട കുട്ടികണ്ണനായിട്ടല്ല, ഗോപികമാരെ ചുറ്റിക്കുന്ന കൃഷ്ണനായിട്ട്. പോടാ അവിടുന്ന്. അവിടെ അങ്ങേരുടെ ചുറ്റിനും 16,008 ഗോപികുമാര്. ഇവിടെ മരുന്നിന് പോലും ഒന്നുമില്ല. ഒന്നുമില്ലാതൊന്നുമല്ല, ബ്രോ കണ്ണൂർന്ന് നോക്കാഞ്ഞിട്ടല്ലേ. അതെ പിന്നെ ബ്രോ, ഞാൻ വന്നതേ നമ്മുടെ കമ്പനിയിൽ ഒരു ഓഫീസ് സ്റ്റാഫിന് എടുക്കേണ്ട കാര്യം പറയാനാ. ഓഫീസ് സ്റ്റാഫിന് ഒരു വേക്കൻസി ഓൾറെഡി ഒഴിവുണ്ട്. അറിയാം, പക്ഷെ അത് മനഃപൂർവ്വം ഒഴിച്ചിട്ടിരിക്കുന്നത്. എടാ, കഴിഞ്ഞ വർഷം ക്യാൻസർ വന്ന് മരിച്ചുപോയ രവീന്ദ്രൻ പിള്ള ചേട്ടന്റെ മോൾക്ക് കൊടുക്കാനുള്ളതാ. അപ്പോയിന്റ്മെന്റ് ആശ്രിത നിയമനോ. ആ കുട്ടി അടുത്ത മാസം ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിറങ്ങും. അപ്പൊ അത് നടക്കില്ലല്ലേ? നമ്മുടെ ഒരാൾക്ക് ജോലി കൊടുക്കാനായിട്ടായിരുന്നേ.
നമ്മുടെ ഒരാളെന്ന് വെച്ചാ നിന്റെ കൂട്ടുകാർക്ക് എങ്ങാനും ആണോടാ? അല്ല, ഒരൊറ്റ ഒരെണ്ണവും പേരിന് പോലും ഉത്തരവാദിത്തം കാണിക്കാത്തോണ്ട് ചോദിച്ചതാ. അത് മാത്രമല്ല, പോസ്റ്റിംഗ് അമ്മയുടെ ഡിപ്പാർട്ട്മെന്റ്. അതിൽ അമ്മ ആരെയും കൈകടത്താൻ അനുവദിക്കാറുമില്ല. അപ്പൊ സംഗതി നടക്കില്ല. ആർക്കാടാ? അതെന്റെ ഒരു കൂട്ടുകാരന്റെ പെങ്ങൾക്കാ. ഓ, എന്നാ പിന്നെ ശരി ബ്രോ. ശരി. വലിയുഞ്ഞേ,